ഹായ് ഫ്രണ്ട്സ്, ഇപ്പോൾ സ്കൂളൊക്കെ തുറക്കാറായി. പിള്ളേരൊക്കെ സ്കൂൾ വിട്ട് വന്നതും എന്തെങ്കിലുമൊക്കെ ഈവനിങ് സ്നാക്സ് ചോദിച്ച് നിൽക്കാറുണ്ടാവും. അപ്പോൾ പൊതുവെ നമ്മൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കിച്ചണിൽ പോകുമ്പോഴായിരിക്കും നമുക്കറിയാം ഏതെങ്കിലുമൊക്കെ ഒരു ഇൻഗ്രീഡിയൻറ്റ് അല്ലെങ്കിൽ വേണ്ട ചേരുവകളില്ലാതിരിക്കും. ചിലപ്പോൾ ബ്രെഡ് ഉണ്ടാവില്ല, മുട്ട ഉണ്ടാവില്ല, ചില സമയത്ത് കടലമാവോ അല്ലെങ്കിൽ ഈവൻ ഉരുളക്കിഴങ്ങോ തുടങ്ങിയ സാധനങ്ങളില്ലെങ്കിൽ നമുക്ക് പൊതുവേ പല റെസിപ്പികളും ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ നമുക്ക് ഇന്ന് കുട്ടികൾക്ക് കൊടുക്കാവുന്ന വളരെ ടേസ്റ്റിയും അതേസമയം നല്ല ഹെൽത്തിയും വീട്ടിലുള്ള സാധനങ്ങൾ വെച്ച് പെട്ടെന്ന് അതും 2 മിനിറ്റ് കൊണ്ട് ഉണ്ടാക്കിയെടുക്കാവുന്ന ഒരു റെസിപ്പിയാണ്. ഓട്സ് കൊണ്ട് എങ്ങനെ പക്കവട ഉണ്ടാക്കിയെടുക്കാമെന്നാണ് ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നത്. ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ കാണുന്ന ബെല്ലേക്കും കൂടി ക്ലിക്ക് ചെയ്യുക. അപ്പോൾ വരൂ, അധികം സംസാരിക്കുന്നതിന് നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു Nubas Yummy Recipes. Subscribe to Nubas Yummy Recipes and click on the bell icon. ഓട്സ് പക്കോട ഉണ്ടാക്കാനായിട്ട് നമ്മൾ വീട്ടിലുള്ള എളുപ്പത്തിൽ കിട്ടാവുന്ന സാധനങ്ങൾ മാത്രം ഞാൻ യൂസ് ചെയ്തിട്ടുള്ളൂ. അതിനിടെ ഞാൻ വലിയ ഉള്ളി സവാള ഒരു വലുത് ചെറിയ കഷ്ണങ്ങളായി മുറിച്ചെടുത്തിട്ടുണ്ട്. അതിലോട്ട് ഒരു കൈപ്പിടി അളവ് മല്ലിയിലയും പിന്നെ ഇഞ്ചി ചെറിയ കഷ്ണങ്ങളായി മുറിച്ചതും ഒരു പച്ചമുളക് ഇത്തിരി എരിവ് കൂടിയതാണ്, അത് കാരണം ഒരെണ്ണം എടുത്തിട്ടുള്ളൂ. പിന്നെ ഇഞ്ചി ഒരു 5 or 6 എണ്ണം. ഇത്രയും ഞാൻ നന്നായിട്ട് കൈ കൊണ്ട് തന്നെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുകയാണ്. കൈ കൊണ്ട് തന്നെ ഒരു 15 സെക്കൻഡ് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം കുരുമുളക് പൊടി 1/2 സ്പൂൺ, ഉപ്പ് 1 സ്പൂൺ, ചിക്കൻ മസാല പൗഡർ 1 സ്പൂൺ, ഇത് 3 ചേർത്ത് കൊടുക്കുക. ഇതിൽ നമ്മൾ ഒരുപാട് പൗഡേഴ്സൊന്നും ചേർത്തൊന്നും കൊടുക്കുന്നില്ല. ഇനി ഇതിലോട്ട് നിങ്ങൾ എടുത്തു വെച്ചിട്ടുള്ള ഓട്സ്, 1 കപ്പ് ഓട്സ്, ഇത് ഏകദേശം 220 മുതൽ 230 ഗ്രാം വരെ ഉണ്ടാവും. അത് ഞാനിവിടെ കുറച്ചായിട്ട് ചേർത്ത് കൊടുത്തിരിക്കുകയാണ്. ഇതിലോട്ട് നിങ്ങൾക്ക് ഫ്ലേവർ നോക്കിയിട്ട് ആവശ്യമെങ്കിൽ ചിക്കൻ മസാല പൗഡറും ഒപ്പം ഉപ്പും ചേർത്ത് കൊടുക്കാം. ടോട്ടലായിട്ട് 1 സ്പൂൺ ഉപ്പും 1 സ്പൂൺ ചിക്കൻ മസാല പൗഡറാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ചിക്കൻ്റെ മണം ഉണ്ടാകുന്ന സമയത്ത് കുട്ടികൾ നന്നായി കഴിക്കുന്നതുകൊണ്ടും കൂടെയാണ്. ഇതിലോട്ട് നിങ്ങൾക്ക് ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുക്കാം. ഏകദേശം 1 സ്പൂൺ വെള്ളം വെച്ച് ഒരു 3 വട്ടം ചേർത്ത് കൊടുത്താൽ തന്നെ മതിയാകും. അതായത് 3 സ്പൂൺ വെള്ളം ചേർത്ത് കൊടുത്തിട്ട് മിക്സ് ചെയ്യാം. ഇനി ഇതിലോട്ട് ഒരു 2 സ്പൂൺ വെള്ളത്തിലോട്ട് 1 സ്പൂൺ കോൺഫ്ലോർ ചേർത്തിട്ട് മിക്സ് ചെയ്തിട്ട് ആ ലിക്വിഡും കൂടി ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. ഇത് കൂടാണ്ട് 1 സ്പൂൺ കോൺഫ്ലോർ ഡയറക്റ്റായിട്ട് ചേർത്ത് കൊടുക്കുക. നല്ല ക്രിസ്പി ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. സപ്പോസ് നിങ്ങളുടെ കയ്യിൽ കോൺഫ്ലോർ ഇല്ലെങ്കിൽ ഇതിന് പകരം അരിപ്പൊടി ചേർത്ത് കൊടുക്കാം. അരിപ്പൊടി 2 സ്പൂൺ ചേർത്ത് കൊടുത്താൽ നമുക്ക് നന്നായി ക്രിസ്പി ആയിട്ട് കിട്ടുന്നത് ആയിരിക്കും. ഇനി നമുക്കിത് ചെറിയ ഉരുണ്ടകളാക്കി മാറ്റാം. ഒരുപാട് വലിയ സൈസ് ആക്കരുത്, കാരണം ഉൾവശം അത് ഫ്രൈ ചെയ്യുന്ന സമയത്ത് ഉൾവശം അത് ഒരുമാതിരി വേവാണ്ട് മാവ് പോലെ ഉണ്ടാവും. അപ്പോൾ അത് കാരണം നിങ്ങൾ ചെറിയ സൈസ് ആക്കിയാൽ മതിയാകും. ഇനി നമുക്ക് ഒരു പാനിലോട്ട് എണ്ണ ചൂടാക്കിയതിന് ശേഷം ഫ്രൈ ചെയ്തെടുക്കാം. ഇത് പെട്ടെന്ന് ഫ്രൈ ആയി കിട്ടും. അത് കാരണം തന്നെ നിങ്ങൾ 2 സൈഡ് മാറ്റി ഇട്ട് കൊടുത്തുകൊണ്ടിരിക്കുക, അല്ലെങ്കിൽ ഇത് പെട്ടെന്ന് കരിഞ്ഞു പോകും. 2 വശവും ഗോൾഡൻ ബ്രൗൺ നിറമാകുന്ന വരെ നന്നായിട്ട് ഫ്രൈ ചെയ്യാം. രണ്ട് വശവും നല്ല ഗോൾഡൻ ബ്രൗൺ ആയാൽ മാത്രമേ ഉൾവശം നന്നായിട്ട് അത് വെന്തിട്ടുണ്ടാവുള്ളൂ. അപ്പോൾ അത് ശ്രദ്ധിക്കണം. ഇനി അവസാനം ഇതിലോട്ട് നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ ഫ്ലേവറിന് വേണ്ടിയിട്ട് മേത്തി ലീവ്സോ അല്ലെങ്കിൽ കറിവേപ്പിലയോ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ എൻ്റെ കയ്യിൽ മേത്തി ലീവ്സ് ഉള്ളത് കാരണം ചേർത്ത് കൊടുത്തു. അപ്പോൾ വളരെ ഈസി ആയിട്ടും പെട്ടെന്നും വീട്ടിലുള്ള അവൈലബിൾ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് ഒരു സൂപ്പറായിട്ടുള്ളൊരു ഓട്സ് ക്രിസ്പി പൊക്കവടാന്നോ ഉള്ളിവടാന്നോ ഒക്കെ വിളിക്കാൻ പറ്റുന്ന ഒരു ഈവനിങ് സ്നാക്സ് റെഡി ആയിട്ടുണ്ട്. നമ്മുടെ വീട്ടിൽ പെട്ടെന്ന് ഗസ്റ്റൊക്കെ വരികയാണ്, അല്ലെങ്കിൽ സ്കൂൾ വിട്ട് കുട്ടികൾ വന്നിട്ട് എന്തെങ്കിലുമൊക്കെ ചോദിക്കുകയാണ്, എന്തെങ്കിലും സമയത്തൊക്കെ നിങ്ങൾക്കത് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാം. ഇനി അതൊന്നുമല്ല, നമുക്ക് പെട്ടെന്ന് വീട്ടിലിരിക്കുന്ന സമയത്ത് ചിലപ്പോൾ തോന്നാറുണ്ട് എന്തെങ്കിലുമൊക്കെ കഴിക്കണമെന്ന്. അപ്പോൾ ഒന്നുമില്ലാത്തൊരവസ്ഥയിലൊക്കെ നമുക്കിത് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാവുന്നേ ഉള്ളൂ. ഒരുപാടൊന്നും മെനക്കെടേണ്ട ആവശ്യമില്ല. അപ്പോൾ ഈ റെസിപ്പി ഉറപ്പായിട്ട് ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ ഫ്രണ്ട്സും റിലേറ്റീവ്സും ഇത് കാണണമെന്ന് വിചാരിക്കുകയാണെങ്കിൽ എന്തായാലും നിങ്ങൾ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കാം. പിന്നെ ഇതുപോലുള്ള വളരെ ഈസി ആയിട്ടുള്ള റെസിപ്പീസിനും പിന്നെ ടിപ്സിനും മറ്റുമായിട്ട് എൻ്റെ ഈ ചെറിയൊരു ചാനൽ നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം. അതിനായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക, ആ ചുവന്ന ബട്ടൺ പ്രസ് ചെയ്തിട്ട് പിന്നെ കൂടെ കാണുന്ന ബെല്ലേക്കും കൂടി ക്ലിക്ക് ചെയ്യുക. നമുക്കിനി അടുത്ത വീഡിയോയിലോട്ട് കാണാം. അതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ.